ज्ञान हम लेकर आएंगे। दूसरा एपिसोड पत्रोस के, प्रेरित पत्रोस के पत्री, उसके पहले अध्याय, उसके 1 से लेकर 4 तक के आए थे। 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പസ്തോലനുമായ ശീമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുവിന്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. बहुत ही एक सामर्थ्य वचन प्रेरित पत्रोस के द्वारा आज सुबह हमें मिला जा रहा है. വളരെ ആഴമേറിയ ഒരു വചനഭാഗമാണ് പത്രോസ് മുഖാന്തരം എഴുതപ്പെട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. I mean, ये प्रेरित पत्रोस के अंतिम समय तक जब आया तब इस खत अपने कलीसिया के लिए लिख रहा है. പത്രോസിന്റെ അവസാന സമയങ്ങളിൽ എഴുതുന്ന ഒരു ലേഖനമാണ് ഇത്. I mean, वहां पर हम देखते हैं कि जहां पर झूठे भविष्यवक्ताएं और झूठे शिक्षाएं देने वाले जब उनके गिनती बढ़ते जा रहा है, आई मीन लोगों के अंदर बातों को डालते हुए मैनिपुलेट किया जा रहा है, परमेश्वर से जब भरोसा लोगों का कम हो रहा है, तब प्रेरित पत्रोस इस खत को लिख रहा है. കള്ളപ്രവാചകന്മാരുടെയും ഉപദേഷ്ടാക്കന്മാരുടെയും എണ്ണം വർദ്ധിച്ചു വരുന്ന സമയത്താണ് പത്രോസ് ആ കാര്യം മനസ്സിലാക്കി ഈ കത്ത് എഴുതുന്നത്. Believers were under pressure. I mean, परमेश्वर के लोग जब हालेलुया बड़े दबाव के अंदर आ गया कि कौन सा विश्वास करना है, किस रास्ते पे चलना है, क्योंकि अलग अलग प्रकार की शिक्षाएं जब मिल रहा था, तब प्रेरित पत्रोस इस खत को लिख रहा है. ദൈവജനം വളരെയധികമായ സംശയത്തിലായിരിക്കുകയാണ്. ആ ഏത് വിഷയത്തെയാണ് അനുസരിക്കേണ്ടത്, അത് ശരിയോ ഇത് ശരിയോ എന്നുള്ള ഒരു ചിന്തയിൽ അവർക്ക് ഏത് അനുഗമിക്കണമെന്ന് അറിയാതെ വരുന്ന സമയത്താണ് ഈ കത്ത് പത്രോസ് എഴുതുന്നത്. उसी पहले अध्याय के 14th आयत की ओर हमारे ध्यान हम लेकर आएंगे. उसी अध्याय के 14th आयत, 14वें आयत की ओर हमारे ध्यान हम लेकर आएंगे. അതേ അധ്യായത്തിന്റെ 14ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഞാൻ ഈ കൂടാരത്തിൽ ഇടിക്കുന്നിടത്തോളം നിങ്ങളെ ഓർപ്പിച്ചുണർത്തുക യുക്തം എന്ന് വിചാരിക്കുന്നു. मैं जब तक इस संसार में हूं तब तक मैं इस बातों को आपको स्मरण दिलाना सही है करके प्रेरित पत्रोस यहाँ पर कहता है. ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർപ്പിച്ചുണർത്തുക യുക്തം എന്ന് വിചാരിക്കുന്നു. हालेलुया. मेरे अंतिम क्षण तक आपको बार बार याद दिलाना मेरा कर्तव्य है, इसके लिए इस बातों को मैं तुम्हें स्मरण दिला रहा हूं करके प्रेरित पत्रोस कह रहा है. ഞാൻ മരിക്കുവാൻ അടുത്തിരിക്കുന്നു, ഞാൻ മരിക്കുന്നതിന് മുമ്പ് വരെ നിങ്ങളെ പിന്നെയും പിന്നെയും ഈ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുണർത്തണമെന്ന് പത്രോസ് ആഗ്രഹിക്കുന്നു. उसी अध्याय के 3रे आयत हमने पढ़ा कि उसके डिवाइन पावर, परमेश्वर के उस असीम सामर्थ के बारे में भी प्रेरित पत्रोस स्मरण दिला रहा है. 3ാമത്തെ വാക്യത്തിൽ അവന്റെ ദിവ്യ ശക്തിയെ കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. हालेलुया, प्रेज द लॉर्ड. ईश्वरीय सामर्थ के बारे में उस 3रे आयत में बताया गया है. ദിവ്യ ശക്തിയെ കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. और उस सामर्थ को हमारे लिए दे दिया गया है करके वहां पर प्रेरित पत्रोस हमें स्मरण दिलाता है, അത് നമ്മൾക്ക് തന്നിരിക്കുന്നുവെന്ന് പത്രോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ताकि हमारे जिंदगी भला हो या और अच्छी तरीके से हमारे जिंदगी को बिता पाए, इसके लिए परमेश्वर की सामर्थ हमारे लिए दिया गया है. ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ദാനം ചെയ്യുവാനായി ദിവ്യ ശക്തി നമ്മുടെ മേൽ പകർന്നിരിക്കുന്നു. इस 4 आयत के अंदर 5 बातों को हम देखते हैं. ഈ 4 വാക്യങ്ങളിൽ 5 കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. हालेलुया. परमेश्वर ने अपने लोगों के लिए दिया गया हुआ रिसोर्सेस के बारे में यहां पर बताया गया है, और 5 रिसोर्सेस इस 1, 2, 3 और 4 आयतों के अंदर बताया गया है. ഈ 4 വാക്യങ്ങളിൽ ദൈവജനത്തിന് നൽകപ്പെട്ടിരിക്കുന്ന വിശേഷമായ 5
ആമേൻ കാര്യങ്ങൾ 5 റിസോഴ്സസ് പറഞ്ഞിട്ടുണ്ട് ദൈവം നമുക്ക് വേണ്ടി തന്നിട്ടുള്ളത്. I mean उसके पहले आयत में प्रेज लॉर्ड I mean अनमोल विश्वास के बारे में I mean फेथ के बारे में वहां पर बताया गया है. അതിനെ ഒന്നാമത്തെ വാക്യത്തിൽ വിലയേറിയ വിശ്വാസം നമുക്ക് നൽകി തന്നിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. पहले आयत जब आप पढ़ते हैं वहां पर लिखा गया है कि I mean प्रेज लॉर्ड I mean अनमोल विश्वास जिसका कोई मोल नहीं डाल सकता है उतना अनमोल विश्वास के बारे में वहां पर बताया गया है. ഒന്നാമത്തെ വാക്യത്തിൽ ആമേൻ വിലയേറിയ വിശ്വാസം അത് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. I mean पत्रोस याद दिलाता है इट इज प्रेशियस. I mean हर एक लोगों को नहीं मिलता है लेकिन परमेश्वर ने जिन्हें चुना है उन्हें मिलने वाला अनमोल विश्वास के बारे में वहां पर वे कह रहा है. പത്രോസ് പറയുന്നു അത് വളരെ വിലപ്പെട്ടതാണ്, എല്ലാവർക്കും ലഭിക്കുന്നതല്ല. ആമേ വിലമതിക്കാനാവാത്തത്ര വിശിഷ്ടമായ വിശ്വാസം നമുക്ക് ലഭിച്ചിരിക്കുന്നു. और तीसरे आयत में जब हम आते हैं वहां पर हमारे ऊपर के उस बुलाहट के बारे में कॉलिंग के बारे में वहां पर बताया गया है. മൂന്നാമത്തെ വാക്യത്തിൽ നമ്മെ വിളിച്ചിരിക്കുന്ന വിളിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. हालेलुया परमेश्वर की महिमा की ओर उसने हमें बुलाया है करके प्रेरित पत्रोस हमें स्मरण दिलाता है. അവന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചിരിക്കുന്നുവെന്ന് പത്രോസ് നമ്മളോട് പറയുന്നു. हमने ऐसा ही नहीं आया है बल्कि हमारे ऊपर एक बुलाहट है और उस बुलाहट के कारण हम परमेश्वर के करीब आज सुबह हम आए हुए हैं. നമ്മൾ എല്ലാവരും വെറുതെ ആയിരിക്കുന്നവരല്ല, അവൻ നമ്മെ വിളിച്ചത് കൊണ്ടാണ് അവന്റെ സന്നിധിയിൽ നമ്മൾ ഇന്ന് രാവിലെയും ആയിരിക്കുന്നത്. और तीसरे आयत में हमने देखा है I mean ईश्वरीय सामर्थ्य डिवाइन पावर के बारे में वहां पर बताया गया है. അതേ മൂന്നാം വാക്യത്തിൽ അവന്റെ ദിവ്യ ശക്തി അവൻ നമുക്ക് തന്നിരിക്കുന്നു എന്നത് പറഞ്ഞിരിക്കുന്നു. और डिवाइन पावर के बारे में हम कभी भी हमारे मन में सीमित नहीं कर पाएंगे, उतना असीमित सामर्थ परमेश्वर ने हमारे लिए दे दिया है. ദിവ്യ ശക്തിയെ നമുക്ക് ഒരിക്കലും ഒതുക്കി വെക്കുവാൻ കഴിയത്തില്ല, അളക്കുവാൻ കഴിയത്തില്ല. അത്ര അസാധാരണമായ ദിവ്യ ശക്തി നമ്മുടെ വേളയിൽ പകർന്നിരിക്കുന്നു. और फोर्थ आयत चौथे आयत में वहां पर बताया गया है डिवाइन नेचर के बारे में, ईश्वरीय स्वभाव के बारे में हम वहां पर पढ़ रहे हैं. നാലാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗത്ത് ദിവ്യ സ്വഭാവത്തിന് നമ്മളെ കൂട്ടാളികളായി തീർത്തിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. हालेलुया संसारिक स्वभाव नहीं बल्कि डिवाइन नेचर उस ईश्वरीय स्वभाव के लिए परमेश्वर ने हमें जोड़ दिया है. ഈ ലോകത്തിന്റെ സ്വഭാവക്കാരായി തീരുവാനല്ല, ദിവ്യ സ്വഭാവത്തിലേക്ക് കൂട്ടാളികളായി ദൈവം നമ്മെ ചേർത്തിരിക്കുന്നു. और I mean पांचवा पॉइंट हम देखते हैं उसी 4 आयत में डिवाइन प्रोमिसेस के बारे में हालेलुया वहां पर बताया गया है. हालेलुया 4th वर्स के शुरुआत में हम देखते हैं वेरी ग्रेट एंड प्रेशियस प्रोमिसेस करके वहां पर बताया गया है. അഞ്ചാമത്തെ റിസോഴ്സ് എന്ന് പറയുന്നത് അതിന്റെ 4ാം വാക്യത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്നു, അതിമഹത്തായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. बहुमूल्य और बहुत बड़े प्रतिज्ञा प्रोमिसेस परमेश्वर ने हमारे लिए दे दिया है. അതിമഹത്തായ വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. हालेलुया ये 5 बातें हमने यहाँ पर 4 आयतों में देखा, लेकिन सारे बातों की ओर जाने के लिए आज समय नहीं है. उसमें से एक भाग आज जरूर हम मनन करेंगे. 5 റിസോഴ്സസ് ആണ് 4 വാക്യങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതെല്ലാം വിശദീകരിക്കുവാൻ സമയം പോരാ. അതിൽ നിന്ന് ഒരു വിഷയത്തെ കുറിച്ച് അല്പമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. उसके 5वें प्रॉमिस जो हमने देखा है, 5वें रिसोर्स जो हमने देखा है, बहुमूल्य और बहुत बड़े प्रतिज्ञा परमेश्वर के बहुमूल्य वायदा के बारे में आज हम देखने जा रहे हैं. അവിടെ നമ്മൾ അഞ്ചാമതായി കണ്ട റിസോഴ്സായി ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച അതിമഹത്തായ വാഗ്ദത്തം എന്ന വിഷയത്തെ കുറിച്ച് അല്പമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. वायदा का सबसे बड़ा नींव क्या है? വാഗ്ദത്തങ്ങളുടെ അടിസ്ഥാനം എന്താണ്? मैं आपसे यदि पूछूंगा तो आप क्या जवाब देने वाले हैं? നിങ്ങളോട് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും എന്താ മറുപടി പറയുന്നത്? वायदा का सबसे बड़ा नींव क्या है? വാഗ്ദത്തങ്ങളുടെ അടിസ്ഥാനം എന്നത് എന്താണ്? हालेलुया सच में वायदा करने वाला कौन है वो हम जानना बहुत जरूरी है. വാസ്തവത്തിൽ വാഗ്ദത്തം തന്നത് ആരാണെന്ന് അറിയുന്നതാണ് ഏറ്റവും പ്രാധാന്യം. हालेलुया जब वायदा के बारे में कहते हैं सबसे पहला कौन वायदा किया है उसके बारे में हम जरूर स्मरण करते हैं. നമുക്കൊരു വാഗ്ദത്തം ലഭിച്ചാൽ നമ്മൾ ഏറ്റവും ആദ്യം ചിന്തിക്കുന്നത് ഈ വാഗ്ദത്തം പറഞ്ഞത് ആരാണെന്നുള്ളതാണ്. हालेलुया एक छोटा सा बच्चा मेरे पास आकर कहता है कि पास्टर अंकल मैं आपको 1 लाख रुपए दूंगा करके यदि कहे
तो मैं शायद उस पर विश्वास नहीं कर पाऊंगा। ഒരു കൊച്ചു കുഞ്ഞന്റെ അടുത്ത് വന്ന് പാസ്റ്ററങ്ങളിൽ ഞാൻ 1,00,000 രൂപ തരാമെന്ന് പറഞ്ഞാൽ അത് ഞാൻ വിശ്വസിക്കത്തില്ല. हालेलुया, क्योंकि मुझे पता है कि वो बस कहने के लिए है, बल्कि उसके पास देने के लिए नहीं है. എനിക്ക് വാസ്തവത്തിൽ അറിയാൻ സാധിക്കും അത് തരാനല്ല, അവൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ എന്ന്. लेकिन हमारे बीच में यदि कोई जिसके पास 1,00,000 रुपए है और वो व्यक्ति कहता है कि पास्टर मैं कल आपको 1,00,000 रुपए देने वाला हूं, तो जरूर मैं उनका कैपेसिटी पहले देखूंगा और फिर मैं भरोसा करूंगा कि वो कहा है तो वो जरूर करने वाला है. എന്നാൽ കയ്യിൽ കാശുള്ള ഒരു വ്യക്തി ദേവദാസനോട് 1,00,000 രൂപ നാളെ തരാമെന്ന് പറഞ്ഞാൽ അവൻ ആ പൈസ ലഭിക്കുമെന്ന് നമുക്കൊരു ഉറപ്പുണ്ട്. मैंने 1,00,000 रुपए मांगा नहीं है, ये एक उदाहरण के द्वारा मैं आपसे कह रहा हूँ. ഞാൻ ആരോടും ലക്ഷമൊന്നും ചോദിച്ചില്ല, ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. हालेलुया, प्रेज़ द लॉर्ड. किसका कैपेसिटी है, उसके कैपेसिटी के अनुसार हम उस पर विश्वास करते हैं. ഒരുവന്റെ കഴിവിനും പ്രാപ്തിക്കും അനുസരിച്ചാണ് ആ വ്യക്തിയിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കുന്നത്. हालेलुया. मैं हमारे चर्च में एक छोटी सी बेटी है, मैं उससे कहता हूं कि कल 4 बजे मैं आपको यहाँ का टॉप इन टाउन का बड़ा आइसक्रीम स्टोर से मैं आपको आइसक्रीम लेकर देने वाला हूँ. ഞാൻ ചർച്ചിൽ ഒരു കൊച്ചു പെൺകുഞ്ഞുണ്ട്, അവളോട് പറയുകയാണ് നാളെ 4 മണിയാകുമ്പോൾ നിനക്ക് ടോപ്പ് ആൻഡ് ടൗണിൽ നിന്ന് നല്ലൊരു ഐസ്ക്രീം വാങ്ങിച്ചു തരാം. हालेलुया. और वो बेटी कल 4 बजे के लिए इंतजार कर रही है അവള് നാളെ 4 മണിയാകാൻ കാത്തിരിക്കുകയാണ്. और मैंने भी वो लेकर देने के लिए निर्णय लिया हुआ है. ഞാനും അവക്ക് അത് വാങ്ങിച്ചു കൊടുക്കാൻ തീരുമാനിച്ചതുമാണ്. लेकिन एम्ब्रेसोड अचानक से बहुत बड़ा एक आंधी आया और बहुत बड़ा एक बारिश आ गया. मैं बिल्कुल घर से बाहर निकल नहीं पा रहा हूँ. എന്നാൽ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് വലിയ മഴയും കാറ്റും എല്ലാം കൂടി അടിച്ചതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കഴിഞ്ഞില്ല. हालेलुया. मैं उस बेटी को फोन करके कह रहा हूं कि हालेलुया, पास्टर आज बाहर निकल नहीं पा रहा है, बहुत मुश्किल है, बड़ा बारिश है, अगले दिन मैं जरूर लेकर देने का कोशिश करता हूं. ആ കുഞ്ഞിനെ ഫോൺ ചെയ്ത് ഞാൻ പറയും, മോളെ ഭയങ്കര മഴയാ, പാസ്റ്ററങ്ങളിൽ ഇറങ്ങാൻ കഴിയുന്നില്ല, അതുകൊണ്ട് നമുക്ക് നാളെ വാങ്ങിക്കാം ഐസ്ക്രീം. आपको समझ में आ रहा है? നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. लेकिन मेरा परमेश्वर जब मुझसे कहता है, എന്നാൽ എന്റെ ദൈവമാണ് എന്നോട് ഒരു കാര്യം പറയുന്നതെങ്കിൽ, हालेलुया, परमेश्वर कहेगा कि कल 4 बजे मैं आपको आइसक्रीम लेकर दूंगा, तो परमेश्वर के लिए बारिश एक रुकावट नहीं है, आंधी तूफान एक रुकावट नहीं है. നാളെ ഒരു ഐസ്ക്രീം വാങ്ങിച്ചു തരണമെന്ന് ദൈവത്തിന് നിശ്ചയമുണ്ടെങ്കിൽ ദൈവത്തിന് മഴയും കാറ്റും ഒന്നും ഒരു വിഷയമല്ല. आपको समझ में आ रहा है? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? मैं बहुत ही सरल तरीके से कहने का पूरा कोशिश कर रहा हूं. हालेलुया, प्रेज़ द लॉर्ड. परमेश्वर को यहाँ का किसी प्रकार के प्रेज़ द लॉर्ड सर्कमस्टेंसेस, यहाँ के वातावरण परमेश्वर के लिए सीमा नहीं है. നമ്മുടെ ദൈവത്തിന് ഈ ലോകത്തിലുള്ള യാതൊരു സാഹചര്യങ്ങളും ദൈവത്തിന് പരിസ്ഥിതികളും അവന് പ്രതികൂലം അല്ല. परमेश्वर के लिए आंधी तूफान रुकावट नहीं है. ദൈവത്തിന് കൊടുങ്കാറ്റും പേമാരിയും വിഷയമല്ല. परमेश्वर के लिए बारिश एक रुकावट नहीं है. ദൈവത്തിന് മഴ ഒരു വിഷയമല്ല. यदि परमेश्वर ने कहा है तो वो जरूर करने वाला है. ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ നിശ്ചയമായും ചെയ്യും. मनुष्य परिस्थितियों के अनुसार बदलते रहता है, लेकिन मेरा परमेश्वर परिस्थिति के अनुसार बदलने वाला नहीं है. മനുഷ്യൻ സാഹചര്യങ്ങൾ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, എന്നാൽ ദൈവത്തിന് യാതൊരു മാറ്റവുമില്ല. आज सुबह हमारे लिए जिन्होंने प्रॉमिस किया है, उस परमेश्वर पर हमारा भरोसा बढ़ना बहुत जरूरी है. അതുകൊണ്ട് നമുക്ക് വാഗ്ദത്തം തന്നിരിക്കുന്ന ദൈവത്തിൽ നമ്മുടെ ആശ്രയം ഉറപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. हालेलुया, प्रेज़ द लॉर्ड. आमीन. पिछले दिसंबर को आमीन मुंबई चर्च में हम जहां पर थे, वहां पर एक बेटे का शादी था. उन्होंने फोन किया, बताया, बार बार कॉल किया, पास्टर आप जरूर आना है शादी के लिए, बेटे के शादी के लिए आप जरूर आना है बोलकर उनके मम्मी काफी बार कॉल किया. मैंने कहा कि मैं जरूर आऊंगा. हालेलुया, जाने का निर्णय भी था, लेकिन अचानक से उस समय में मेरा यूरिक एसिड बढ़ गया और हॉस्पिटल एडमिट होना पड़ा. अचानक से मैं जा नहीं पाया. കഴിഞ്ഞ ദിവസങ്ങളില് ഡിസംബറില് അവൻ മുംബൈ ചർച്ചിലുണ്ടായിരുന്നു. ഒരു മകന്റെ വിവാഹമായിരുന്നു. അവന്റെ മമ്മി ഒരുപാട് പ്രാവശ്യം ആ വിവാഹത്തിന് ക്ഷണിക്കുവാനിടയായി. പാസ്റ്റർ വരണമെന്ന് പറഞ്ഞു. അവൻ വരാം എന്ന വാക്കും അവൻ പറഞ്ഞതാണ്. എന്നാൽ തക്ക സമയമായപ്പോൾ യൂറിക് ആസിഡ് കൂടി അഡ്മിറ്റായി. അവൻ പോകുവാൻ കഴിഞ്ഞില്ല. जाने का इच्छा था, लेकिन शरीर के तकलीफ के कारण जा नहीं पाया.
പോകുവാൻ വളരെ ഇഷ്ടമുണ്ടായിരുന്നു, പക്ഷെ ശരീരത്തിന്റെ പ്രയാസം കൊണ്ട് പോകുവാൻ കഴിഞ്ഞില്ല. मैंने उनसे कहा कि मैं जरूर आऊंगा, लेकिन परिस्थिति जब बदल गया तो मैं जा नहीं पाया. ഞാൻ അവരോട് പറഞ്ഞതും ഞാൻ വരാൻ ശ്രമിക്കാമെന്നാണ്, എന്നാൽ സാഹചര്യം അനുകൂലമല്ലാതെ വന്നപ്പോൾ എനിക്ക് വാക്കുമാറേണ്ടി വന്നു. लेकिन मेरा परमेश्वर ऐसा नहीं है. हालेलुया. जब परिस्थिति बदल गया, इसके लिए मैं तेरे लिए अद्भुत कार्य कर नहीं पाया, इसके लिए मैं तुझे छुड़ा नहीं पाया, इसके लिए मैं तुझे चंगाई दे नहीं पाया बोलकर बदलने वाला परमेश्वर नहीं है. वो यदि वायदा किया है तो उस वायदा को पूरा करने वाला परमेश्वर है. എന്നാൽ നമ്മുടെ ദൈവം ഇങ്ങനെ പരിസ്ഥിതിക്കനുസരിച്ച് വാക്കുമാറുന്ന ദൈവമല്ല. ദൈവം ഒരു കാര്യം ചെയ്തു തരാമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാഹചര്യം മാറിയാലും നിശ്ചയമായും ദൈവം നമുക്ക് വേണ്ടി വാഗ്ദത്തം നിവർത്തിച്ചു തരുന്ന ദൈവമാണ്. चाहे आकाश और पृथ्वी ढल जाए, लेकिन उसने दिया हुआ वायदा कभी नहीं हटने वाला है. ആകാശവും ഭൂമിയും മാറിപ്പോയാലും അവന്റെ വാഗ്ദത്ത വചനങ്ങൾക്ക് യാതൊരു മാറ്റവും വരുന്നില്ല. यशायाह की किताब उसके 42 अध्याय उसके 5वें आयत को हम पढ़ेंगे. यशायाह की किताब उसके 42 अध्याय उसके 5वें आयत को पढ़ेंगे. हमारे परमेश्वर के सामर्थ्य क्या है हम वहां पर देखते हैं. യെശയ്യാ 42 5-ാമത്തെ വാക്യം, ആകാശത്തെ സൃഷ്ടിച്ചു വിരിക്കുകയും ഭൂമിയെയും അതിലെ ഉൽപ്പന്നങ്ങളെയും പരത്തുകയും അതിലെ ജനത്തിന് ശ്വാസത്തെയും അതിൽ നടക്കുന്നവർക്ക് പ്രാണനെയും കൊടുക്കുകയും ചെയ്ത യഹോവയായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യും. हालेलुया. आकाश को बनाया हुआ परमेश्वर, पृथ्वी में जो कुछ भी उत्पन्न होना है सारे चीजों को उत्पन्न करने वाला परमेश्वर और उसमें चलने वाले लोगों को श्वास देने वाला परमेश्वर. हालेलुया. प्रेज़ लॉर्ड. कोई कमी नहीं छोड़ा है. सारे बातों को नियंत्रण करने वाला महान परमेश्वर के आराधना हम करते हैं. ആകാശത്തെ സൃഷ്ടിച്ചു വിരിക്കുകയും ഭൂമിയെയും അതിലെ ഉൽപ്പന്നങ്ങളെയും പരത്തുകയും അതിലെ ജനത്തിന് ശ്വാസത്തെയും അതിൽ നടക്കുന്നവർക്ക് പ്രാണനെയും കൊടുക്കുകയും ചെയ്ത സകലത്തെ നിയന്ത്രിക്കുന്ന ദൈവമാണ് നമുക്ക് വാഗ്ദത്തം തന്നിരിക്കുന്നത്. The one who gives us breath, परमेश्वर जो हमें श्वास देता है, वही परमेश्वर हमसे वायदा भी कर रहा है. നമ്മൾക്ക് നമ്മുടെ മൂക്കിൽ ശ്വാസം ഊതി തന്ന, നമുക്ക് ശ്വാസം തന്ന ദൈവമാണ് നമുക്ക് വാഗ്ദത്തവും തന്നിരിക്കുന്നത്. हालेलुया. उस परमेश्वर की कोई भी सीमा नहीं डाल सकता है, कोई भी प्रेशर लिमिट नहीं कर सकता है. उतना महान परमेश्वर हमसे वायदा दे रहा है. ആ ദൈവത്തെ ആർക്കും ആമേൻ ഒരു അതിര് വയ്ക്കുവാൻ കഴിയത്തില്ല. അത്ര മഹാനായ ദൈവത്തിൽ നിന്നാണ് നമുക്ക് വാഗ്ദത്തങ്ങൾ और ലഭിച്ചിരിക്കുന്നത്. परमेश्वर की शक्ति क्या है वो भी हम जानना बहुत जरूरी है. ദൈവത്തിന്റെ ശക്തിയെ കുറിച്ച് നമ്മൾ അറിയണം. हालेलुया. इफिसियों की एक पत्री उसके पहले अध्याय उसके 21वें आयत, इफिशियंस चैप्टर 1 वर्सेस 21 हम जरूर देखेंगे. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 21, സ്വർഗത്തിൽ തന്റെ വലത്ത് ഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും. हालेलुया. प्रेज़ लॉर्ड. उसके सामर्थ के बारे में वहां पर बताया गया है. हर एक प्रिंसिपैलिटीज, हर एक पावर, हर एक माइट, हर एक डोमिनियन के ऊपर राज्य करने वाला परमेश्वर. हालेलुया. इस संसार के कोई भी अधिकार हो, कोई भी अंधकार की शक्तियां हो, कोई भी बातें हमारे परमेश्वर के सामर्थ के सामने टिक नहीं सकता है. हालेलुया. प्रेज़ द लॉर्ड. हालेलुया. उसके ऊपर अधिकार रखने वाला है हमारा परमेश्वर. उस सच्चाई को जानना बहुत जरूरी है. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും സകല അധികാരവും കർത്താവിന് നൽകപ്പെട്ടിരിക്കുന്നു. ആമേൻ. ഈ ഭൂമിയിലോ ഈ ലോകത്തിലോ ഉള്ള യാതൊരു അധികാരങ്ങളും ആമേൻ അവന്റെ അധികാരത്തെക്കാൾ വലുതല്ല. ആമേൻ എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. चाहे वो दुष्टात्मा के शक्ति हो या पॉलिटिकल पावर्स हो या संसार की अधिकारें है या किसी भी प्रकार की नाम जो हम कहते हैं, उस नाम के ऊपर अधिकार रखने वाला है हमारा परमेश्वर. उस सच्चाई को जानना बहुत जरूरी है. ഈ ലോകത്തിലെ ഏതൊരു അധികാരവർഗങ്ങളായിക്കൊള്ളട്ടെ, രാഷ്ട്രീയ നേതാക്കന്മാരായിക്കൊള്ളട്ടെ, ദുഷ്ടാത്മ സേനയായിക്കൊള്ളട്ടെ, നാം പേര് പറയുന്ന ഏതൊരു ആമേൻ അധികാരങ്ങൾക്കും മീതെ അധികാരമുള്ളവൻ
ഉള്ളവനാണ് നമ്മുടെ കർത്താവ്. हालेलुया. योसेफ नाम के व्यक्ति के बारे में हम जरूर जानते हैं. യോസഫിനെ നമ്മൾക്ക് എല്ലാവർക്കും നല്ല പരിചയമാണ്. एक ही रात में उसका जिंदगी बदल रहा है. ഒറ്റ രാത്രി കൊണ്ട് അവന്റെ ജീവിതം മാറിയവനാണ്. जो कारागृह में पड़ा था, एक ही रात में उसका जिंदगी बदलते हुए उस मिस्रैम का हालेलुया प्रेज लॉर्ड गवर्नर बन रहा है. एक ही रात काफी है परमेश्वर को स्तुतियों को परिस्थितियों को बदलने के लिए. കാരാഗൃഹത്തിൽ കിടന്നവനെ ഉയർത്തി കൊണ്ടുവന്ന് ആ രാജ്യത്തിലെ രാജാവിന്റെ രണ്ടാമനാകത്തക്കവണ്ണം അവനെ ഉയർത്തുവാൻ ദൈവത്തിന് പ്രാപ്തിയുണ്ട്. ആമേൻ ഹല്ലേലൂയ മതിയായവനാണ്. हालेलुया प्रेज लॉर्ड. परमेश्वर के अधिकार को कौन सीमित कर सकता है? ദൈവിക അധികാരത്തെ ആർക്കെങ്കിലും അതിരുവയ്ക്കുവാൻ കഴിയുമോ? हालेलुया. हम कहेंगे कि यूसुफ के लिए बोलने के लिए कोई नहीं है, उसके लिए हालेलुया उसके केस लड़ने के लिए कोई नहीं है, कोई भी नहीं है उसके लिए मुकदमा लड़ते हुए उसे जेल से बाहर लाने के लिए. नहीं, किसी का जरूरत नहीं है. परमेश्वर अकेला काफी है उसके सारे परिस्थितियों को बदलने के लिए. നമ്മൾ ഒരു പക്ഷേ ജോസഫിനെ നോക്കി പറയും, അവന് വേണ്ടി രണ്ട് വാക്ക് സംസാരിക്കാൻ അവൻ ആരുമില്ല, അവന്റെ കേസ് വാദിക്കാൻ അവൻ ആരുമില്ല, അവന്റെ ഭാഗത്ത് നിന്ന് അവനെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ആരുമില്ലെന്ന് നമ്മൾ മാനുഷികമായി ചിന്തിക്കുമ്പോൾ ആമേൻ ദൈവിക അധികാരത്തിന് കീഴിലിരിക്കുന്ന അവന് വേണ്ടി ഇതിന്റെ ഒന്നും ആവശ്യമില്ല. हालेलुया. एक रात काफी है, एक स्वप्न काफी है उसके जिंदगी की अवस्थाओं को बदलने के लिए. ഒരു രാത്രി മതി, ഒരു സ്വപ്നം മതി അവന്റെ ജീവിതം മാറുവാൻ. हालेलुया प्रेज द लॉर्ड. इसके लिए परमेश्वर के सामर्थ कभी भी हम सीमित ना करने पाए. അവന്റെ ശക്തിയെ അവന്റെ ആമേൻ അതിനെ അളക്കുവാൻ നമ്മൾക്ക് അതിനെ അതിരുവയ്ക്കുവാൻ കഴിയുകയില്ല. मैं एक और आयत को बताकर आगे की ओर बढ़ना चाहूंगा. फिलिपियों के पत्री उसके 3 अध्याय उसके 21 आयत को हम देखेंगे. फिलिपियों के पत्री उसके 3 अध्याय उसके 21वें आयत को हम जल्दी से देखेंगे. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. मेरा जो इस मिट्टी का शरीर है उसे परमेश्वर की महिमा के शरीर की ओर ट्रांसफॉर्म करने वाला परमेश्वर का सामर्थ्य, उस सामर्थ्य को हम जानना बहुत जरूरी है. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തുന്ന ദൈവിക ശക്തിയുടെ അളവറ്റ വലിപ്പം നമ്മൾ അറിയണം. हालेलुया. उस बहुमूल्य परमेश्वर की वायदा की गहराई को आज सुबह हम जानना बहुत जरूरी है. അവന്റെ അതിമഹത്തായ വാഗ്ദത്തങ്ങളുടെ ആഴത്തെ കുറിച്ചാണ് ഞാൻ പറയുവാൻ इस संसार का क्लेश कुछ क्षण के लिए है, यहाँ का दर्द कुछ क्षण के लिए है, यहाँ के बीमारियां कुछ क्षण के लिए है. ये तो बदलने वाला है और परमेश्वर की महिमा के उस शरीर परमेश्वर हमारे अंदर ट्रांसफॉर्म करने वाला है. ഈ ലോകത്തിലെ കഷ്ടങ്ങൾ അല്പകാലത്തേക്കേ ഉള്ളൂ. ഈ ലഘുവായ കഷ്ടങ്ങളെല്ലാം മാറിപ്പോകും. ശരീരത്തിന്റെ രോഗങ്ങളെല്ലാം അല്പകാലത്തേക്കേ ഉള്ളൂ. തന്റെ മഹത്വത്തിന്റെ ശരീരത്തോട് നമ്മൾ അനുരൂപമായി മാറിക്കഴിയുമ്പോൾ ഇതൊന്നും പിന്നെ അവിടെ ഇല്ല. हालेलुया. एक बार कहीं हम विजिटिंग के लिए गए तो वहां का आंटी ने कहा कि पास्टर मैंने बाइबल बंद कर दिया है, अब मैं बाइबल नहीं पढ़ने वाला हूँ. ഒരിക്കലൊരു വീട്ടിൽ വിസിറ്റിങ്ങിന് ചെന്നപ്പോൾ അവിടുത്തെ ആന്റി പറഞ്ഞു, ഞാൻ ബൈബിൾ എല്ലാം മാറ്റി വെച്ചു പാസ്റ്റർ, ഞാൻ അതൊന്നും വായിക്കുന്നില്ല. हालेलुया. मैंने पूछा कि क्या हो गया, क्यों ऐसा कर रहे हैं? എന്ത് പറ്റിയെന്ന് ചോദിച്ചു. उन्होंने कहा कि मैंने बहुत प्रार्थना किया लेकिन ये कष्ट नहीं हट रहा है, क्लेश नहीं हट रहा है, अब मुझसे नहीं हो पाएगा बोलकर बाइबल बंद कर दिया है. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, പക്ഷേ ഈ കഷ്ടങ്ങളും ക്ലേശങ്ങളും ഒന്നും മാറുന്നില്ല, അതുകൊണ്ട് ഞാൻ ബൈബിൾ മാറ്റി. आमीन. परमेश्वर की वचन पूरा परमेश्वर की वायदा से भरा हुआ है. वो बाइबल हम बंद ना करें क्योंकि वो बाइबल ही है जो हमें आगे की ओर बढ़ा सकता है. ദൈവത്തിന്റെ വചനം മുഴുവനും വാഗ്ദത്തങ്ങളാണ്, അതാണ് നമ്മളെ നടത്തുവാൻ കഴിയുന്നത്, അതിനെ നമ്മൾ മാറ്റരുത്. आमीन. हम मानसिक तौर से काफी बातों को देखकर हम काफी बार परमेश्वर की वायदाओं को सीमित कर देते हैं. മാനുഷികമായ ചിലതിനെ ഒക്കെ കണ്ട് നമ്മൾ ദൈവിക വിഷയങ്ങളെ മാറ്റി വെക്കാറുണ്ട്. हालेलुया. जॉन बेनियन नाम का व्यक्ति के बारे में शायद आप जानते होंगे. ജോൺ ബനിയൻ എന്ന എഴുത്തുകാരനെ നമ്മൾക്ക് പരിചയമുണ്ട്. द पिलग्रिम प्रोग्रेस करके एक बुक उन्होंने लिखा है. हमें जब वो कारागृह के अनुभव से होकर जा रहा था, हालेलुया प्रेज लॉर्ड, उन्होंने वो अनुभव वहां पर लिख रहे हैं. പരദേശി മോക്ഷയാത്ര എന്ന ബുക്ക് എഴുതിയ ആ വ്യക്തിയെ കുറിച്ച് നമ്മൾക്കറിയാം. തന്റെ കാരാഗ്രഹ ജീവിതത്തിൽ താൻ എഴുതിയ അനുഭവങ്ങളാണ്. हालेलुया. वे कहते हैं कि प्रेज लॉर्ड वो ऐसा कहता है उसमें कि हालेलुया परमेश्वर के लोगों के लिए ऐसा है कि पूरे स्ट्रीट में हालेलुया प्रेज लॉर्ड पूरा परमेश्वर की वायदा को
फैलाकर डाला है, और यदि हमें एक भी कदम रखना है तो वो कदम हम परमेश्वर की वायदा पर रख रहे हैं. നമ്മൾക്ക് ദൈവമക്കൾക്ക് ആമേൻ ദൈവമക്കളെ കുറിച്ച് താൻ ഇങ്ങനെ പറയുകയായിരുന്നു, അവർക്ക് ദൈവം വഴി മുഴുവനും അവരുടെ പാത മുഴുവനും നിരത്തി വെച്ചിരിക്കുന്നത് വാഗ്ദത്തങ്ങളാണ്. അതിൽ ചവിട്ടിയിട്ടല്ലാതെ നമ്മൾക്ക് മുന്നോട്ട് പോകുവാൻ ഒരു ചുവട് പോലും വെക്കുവാൻ കഴിയില്ല. घर पे सोच कर देखिए, घर पे आपने टाइल डाला है, आई मीन एक एक टाइल में परमेश्वर की वायदा है. सोचो आप एक एक कदम रख रहे हैं, परमेश्वर की वायदा पर आप कदम रख रहे हैं. നമ്മുടെ വീട്ടിൽ നിറച്ചിരിക്കുന്ന ടൈലില് ഓരോരോ വാഗ്ദത്തങ്ങൾ ഉള്ളതിൽ ആമേൻ നമ്മൾ നടന്നു പോകുന്നത് പോലെ ഓരോ കാലും ചുവടും വെക്കുമ്പോൾ ഓരോ വാഗ്ദത്തങ്ങളാണ് ജീവിതത്തിലുള്ളത്. परमेश्वर के लोगों का एक खासियत है, एक एक कदम हम परमेश्वर की वायदा पर हम रख रहे हैं. ദൈവജനത്തിന്റെ വിശേഷത എന്ന് പറയുന്നത് നമ്മുടെ ഓരോ കാൽ ചുവടും വാഗ്ദത്തങ്ങളിലാണ്. लेकिन काफी बार हमें उसे यूटिलाइज करने नहीं जानते हैं. നമ്മൾക്ക് പലപ്പോഴും ഇതിനെ ഉപയോഗിക്കാൻ അറിയത്തില്ല. आई मीन प्रेस्टोड कनाडा में साउथ अल्बर्टा नाम का एक जगह था. കാനഡയിൽ സൗത്ത് ആൽബർട്ട എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. आई मीन अभी भी है, था नहीं, अभी भी है. ഇപ്പോഴും ഉണ്ട്. वहां पर बहुत साल पहले एक रेलवे लाइन आना था. അവിടെ വളരെ കാലങ്ങൾക്ക് മുമ്പ് ഒരു റെയിൽവേ പദ്ധതി ഉണ്ടായി. हालेलुया. और वो रेलवे लाइन डालने के लिए वहां के चीफ आई मीन उसका नाम है क्रॉफोर्ड. आई मीन उससे जाकर आई मीन वहां के लोग आकर कहते हैं कि हमें यहां से इस नेटिव से एक रेलवे लाइन हमें डालना है. അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രശസ്തനായ അധികാരിയായിരുന്നു ക്രോഫോർഡ്. പേരായിരുന്നു തന്റേത്. തന്റെ അടുക്കൽ ചെന്ന ആളുകൾ അധികാരികൾ പറയുവാനിടയായി, നിന്റെ ഈ സ്ഥലത്തുകൂടെ വേണം ഈ റെയിൽവേ ലൈൻ ഞങ്ങൾക്ക് കൊണ്ടുപോകും. आई मीन कैनेडियन पैसिफिक रेलवे, वो अधिकारियों ने जाकर उनसे विनती किया कि आपका ये जो लंबा जो जगह है, आई मीन प्रेस्टोड वहां से हमको ये रेलवे लाइन डालना है. ആ കനേഡിയൻ പസഫിക് റെയിൽവേ എന്ന പേരിലുള്ള ആ റെയിൽവേ പദ്ധതി പൂർത്തീകരിക്കുവാൻ ഈ വ്യക്തിയുടെ നിലം അവർക്ക് ആവശ്യമായിരുന്നു. അധികാരികൾ വന്ന് അവരോട് ആ ജമീൻ, ആ നിലം അവർക്ക് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. काफी बार उनसे नेगोशिएट करने के बाद में वो कहना मानना शुरू किया, और जैसे ही उस रेलवे लाइन डाला, उस आई मीन कैनेडियन रेलवे का जो अथॉरिटीज है, उन्होंने निर्णय लिया कि इस व्यक्ति को जिंदगी भर इस ट्रेन में यात्रा करने के लिए ഫ്രീ പാസ് ഹം ദേനെ വാലെ ഹൈ. അനേക പ്രാവശ്യത്തെ വാദവിവാദത്തിന് ശേഷം വില അപേക്ഷിച്ചതിന് ശേഷം അവർ ആ സ്ഥലം കൊടുത്തു. അവർ റെയിൽവേ സ്ഥാപിച്ചു. ആമേൻ. അവർ ഒരു തീരുമാനമെടുത്തു, ഈ വ്യക്തിക്ക് ഒരു റെയിൽവേ പാസ് നമ്മൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണം. और ये सब कुछ उद्घाटन सब होने के बाद में उनको बुलाया और बड़े आदर दिया, और फिर कहता है कि इन योर लाइफ टाइम, हालेलुया, आपके मृत्यु तक आप कितना भी अनलिमिटेड टाइम्स आप इस रेलवे में यात्रा कर सकते हैं. आपको बिल्कुल एक भी रुपया खर्चा करने की जरूरत नहीं है, आपको ये पास बस दिखाना है बोलकर इस व्यक्ति को ये पास वे देते हैं. ജീവകാലത്തിൽ മുഴുവനും നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഈ റെയിൽവേയിൽ എവിടെ വേണമെങ്കിലും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് സൗജന്യമായിട്ട് യാത്ര ചെയ്യാം എന്ന് പറഞ്ഞ് ആ റെയിൽവേ കമ്പനി उद्घाटन शेषम वन्न ई व्यक्ति के और पास सम्मानमाई कोडुतु. ये क्रॉफोर्ड नाम का व्यक्ति इसको बड़े आदर के साथ लेता है और पहले बार ऐसे एक सम्मान मिला है इसके लिए उन्होंने एक छोटा सा लेदर पर्स बनाया और उसके अंदर ये इस पास को रखते हैं और वो गले में टांग कर हर समय वो चलता था. ക്രോഫോർഡിന് ഈ ഒരു സമ്മാനം ആദ്യമായി ലഭിച്ചതാണ്. തനിക്കത് വളരെ വിലപ്പെട്ടതായി തോന്നിയത് കൊണ്ട് താനത് സന്തോഷത്തോടെ വാങ്ങിച്ച ഒരു ലെതറിന്റെ പേഴ്സ് ഉണ്ടാക്കി അതിനകത്ത് ഈ പാസ് വെച്ച് അതിനെ കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് താൻ നടന്നു. वो जहां भी जाता था गले में ये पास लटका हुआ रहता है. താൻ എവിടെ പോയാലും ഈ പാസ് തന്റെ കഴുത്തിലുണ്ട്. लेकिन उसके जिंदगी के बारे में ऐसा कहा गया है कि उसके जिंदगी उसके मृत्यु के दिन तक एक भी बार उसने ट्रेन में नहीं चढ़ा. എന്നാൽ തന്റെ ജീവചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്, താൻ മരിക്കുന്ന അന്ന് വരെ ഒരു വട്ടം പോലും ആ ട്രെയിനിൽ യാത്ര ചെയ്തില്ല എന്നുള്ളതാണ്. ट्रेन में यात्रा करने का पास गले में लटका हुआ है, लेदर पर्स के अंदर रखा है, लेकिन एक भी बार उसने ट्रेन में नहीं चढ़ा. തന്റെ യാത്ര ചെയ്യുവാനുള്ള പാസ് കഴുത്തിൽ എപ്പോഴും അണിഞ്ഞിട്ടുണ്ട്. അത് സൗജന്യവുമാണ്. എന്നാൽ ജീവകാലത്ത് ഒരിക്കൽ പോലും ആ ട്രെയിനിലൊന്നും താൻ കയറിയില്ല. आपको समझ में आ रहा है? നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ മനസ്സിലാകുന്നു? हालेलुया, हम भी ऐसा ही है. നമ്മളും ഇതൊക്കെ തന്നെയാണ്. हालेलुया, परमेश्वर की वायदा दिया है
हम बड़े लेदर बाइंडिंग डाल के इसको संभाले रखते हैं, लेकिन एक भी बार हम इसमें यात्रा नहीं करते हैं। ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമുക്കും ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ തിരുവചനത്തെ ലെതറിന്റെ ബാഗിനകത്ത് അടച്ചു പൂട്ടി വെച്ചിരിക്കുകയാണ്, ഒരു വട്ടം പോലും ഉപയോഗിക്കുന്നില്ല. हालेलुया, परमेश्वर की वायदा भरा हुआ इस बाइबल जो परमेश्वर में दिया है, वो वायदा को हम इस्तेमाल नहीं कर रहे हैं, बल्कि हम कहते हैं कि परमेश्वर ने मेरा वो विनती नहीं सुना, ये प्रार्थना नहीं सुना, मुझे वो नहीं मिला, ये नहीं मिला. अरे नहीं नहीं, परमेश्वर ने आपको दिया हुआ वायदा उससे भी श्रेष्ठ है. वो जानने के लिए उसका वचन जानना बहुत जरूरी है. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അടങ്ങിയിരിക്കുന്ന തിരുവചനം നമ്മുടെ കരങ്ങളിൽ തന്നിട്ടുണ്ട്. എന്നാൽ നമ്മൾ അതിനെ ഉപയോഗിക്കാതെ ആമേൻ ദൈവത്തിന് നേരെ പിറുപിറുക്കുന്നവരായി മാറുകയാണ്. എനിക്ക് അത് ലഭിച്ചില്ല, ഇത് ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ ദൈവം തന്നിരിക്കുന്ന തിരുവചനമാകുന്ന വാഗ്ദത്തങ്ങളെ നമ്മൾ ഉപയോഗിക്കേണ്ടത് എത്ര അത്യാവശ്യമായിരിക്കും. हालेलुया, प्रेज़ द लॉर्ड. परमेश्वर ने वायदा तो दिया है, हम काफी बार उसे इस्तेमाल कर नहीं पा रहे हैं. ദൈവം വാഗ്ദത്തം വാസ്തവമായി തന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ അതിനെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. हालेलुया. गिनती का पुस्तक उसके 23 अध्याय उसके 19th आयत हम जल्दी से देखेंगे. गिनती का पुस्तक उसके 23 अध्याय उसके 19th आयत को. സംഖ്യാപുസ്തകം 23 അധ്യായത്തിന്റെ 19 വാക്യം. വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല, അനുതപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതെയും ഇരിക്കുമോ? हालेलुया. झूठे कहने के लिए वो मनुष्य नहीं है, और प्रेज़ द लॉर्ड बोला हुआ बातों को बदलने के लिए वो मनुष्य का स्वभाव वाला नहीं है. हालेलुया. यदि उसने कहा है तो वो जरूर उस बातों को पूरा करने वाला है. വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല, അനുതപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല. താൻ കൽപ്പിച്ചത് നിവർത്തിച്ചു തരുന്ന ദൈവമാണ്. हालेलुया. यशायाह की किताब उसके 46 अध्याय के 11वें आयत में ऐसा लिखा गया है, I have spoken it and I will bring it to pass. यदि मैंने कहा है तो मैं उसे जरूर पूरा करने वाला हूं. യെശയ്യാ 46ന്റെ 11 ഞാൻ കിഴക്ക് നിന്ന് ഞാൻ നിവർത്തിക്കും, ഞാൻ നിരൂപിച്ചിരിക്കുന്നു, ഞാൻ അനുഷ്ഠിക്കും എന്നവിടെ അവിടെ ദൈവം പറഞ്ഞിരിക്കുന്നു. हालेलुया. यदि मैंने कहा है तो मैं उसे पूरा करने वाला ഞാൻ हूं. പ്രസ്താവിച്ചിരിക്കുന്നുവെങ്കിൽ ഞാൻ നിവർത്തിച്ചിരിക്കും. और एसेकिएल की किताब उसके 24 अध्याय के 14th वर्ष में I the Lord have spoken. मैं यहोवा परमेश्वर जिसने कहा है, प्रेज़ द लॉर्ड यदि कहा है तो उसे मैं पूरा करने वाला हूं. हालेलुया. एसेकिएल की किताब उसके 24 अध्याय उसके 14th आयत में बताया गया है. യെഹെസ്കേൽ 24ന്റെ 14 യഹോവയായ ഞാൻ അത് അരുളി ചെയ്തിരിക്കുന്നു, അത് സംഭവിക്കും, ഞാൻ അത് അനുഷ്ഠിക്കും, ഞാൻ പിന്മാറുകയില്ല, സഹതപിക്കുകയുമില്ല എന്നവിടെ പറഞ്ഞിരിക്കുന്നു. हालेलुया. तीतोस के पत्री पहले अध्याय उसके दूसरे आयत में गॉड कैनॉट लाई, परमेश्वर झूठ नहीं बोल सकता है करके वहां पर तीतोस के पत्री पहले अध्याय उसके दूसरे आयत में बताया गया है. തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ഫോഷ്കില്ലാത്ത ദൈവം സകലകാലത്തിനു മുമ്പേ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ദൈവം അവൻ ഫോഷ്ക്ക് പറയുന്ന ദൈവമല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. मेरा परमेश्वर कभी भी झूठ नहीं बोल सकता है. എന്റെ കർത്താവ് കള്ളം പറയുന്നവൻ. हालेलुया. परिस्थिति बदल जाएगा लेकिन उसने दिया हुआ वायदा कभी नहीं बदलने वाला है. സാഹചര്യങ്ങൾ മാറും, പക്ഷെ ദൈവത്തിന് യാതൊരു മാറ്റവും വരുന്നില്ല. इब्रानियों के पत्री उसके 13वें अध्याय उसके 8वें आयत में जीसस इज द सेम यस्टरडे टुडे एंड फॉरएवर करके वहां पर बताया गया है. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 8 യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നു. वो कल आज और आने वाला कल युगान युग तक वो कभी ना बदलने वाला परमेश्वर है. हालेलुया. यदि वो परमेश्वर ने हमें वायदा दिया है, वो परमेश्वर हमारे और की वायदाओं को पूरा भी करने वाला परमेश्वर है. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. അവനാണ് നമ്മൾക്ക് വാഗ്ദത്തം ചെയ്ത് തന്നിരിക്കുന്നതെങ്കിൽ നിശ്ചയമായി നമ്മുടെ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും. उस चीफ क्रॉफर्ड के समान वायदाएं गले में लटका के चलने के लिए नहीं है, बल्कि उस वायदाओं में चलने के लिए परमेश्वर ने हमें बुलाया है. ആ ചീഫ് ക്രോഫർഡിനെ പോലെ തനിക്ക് ലഭിച്ചിരിക്കുന്ന പദവി, തന്റെ വാഗ്ദത്തം കഴുത്തിലണിഞ്ഞ് ജീവകാലം മുഴുവൻ ഉപയോഗിക്കാതെ നടന്നു മരിക്കുവാനല്ല,
ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളെ നമ്മൾക്ക് ഉപയോഗിപ്പാൻ ആമേൻ അനുഭവിക്കുവാനിടയായി തീരട്ടെ. एक बार एक परमेश्वर के दास ऐसा कहा कि बाइबल में 30,000 से भी ज्यादा परमेश्वर की वायदाएं बताया गया है. ഒരിക്കൽ ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, ദൈവത്തിന്റെ വചനത്തിൽ 30,000-ത്തിലധികം വാഗ്ദത്തങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. हालेलुया, 30,000 से भी ज्यादा स्पेसिफिकली फॉर मी एंड यू. हालेलुया, आई मीन हमारे लिए व्यक्तिगत तौर से परमेश्वर ने दिया है. 30,000 എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി ലഭിച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങളെ കുറിച്ച് പറയുക. बल्कि ये बाइबल पूरा परमेश्वर की वायदा से भरा हुआ है. ദൈവത്തിന്റെ തിരുവചനം മുഴുവനും വാഗ്ദത്തങ്ങൾ തന്നെയാണ്. हालेलुया, वो बहुमूल्य और बहुत बड़े प्रतिज्ञा है, उसका प्रॉमिसेस है. हालेलुया, यदि परमेश्वर ने प्रॉमिस किया है वो कभी भी बदल नहीं सकता है. ആദ്യമേ പറഞ്ഞതുപോലെ ആ അതിമഹത്തായ വാഗ്ദത്തം ആമേൻ അതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. हालेलुया, किसके ऊपर हमने भरोसा रखा है वो सच्चाई हम जानना बहुत जरूरी നാം है. ആരിൽ വിശ്വാസം വെച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയണം. हालेलुया, प्रेज़ द लॉर्ड, वो वायदा को पूरा कर सकता है. അവൻ വാഗ്ദത്തം നിവർത്തിക്കുന്ന ദൈവമാണ്. क्लाइमेट चेंज उसके लिए एक रुकावट नहीं है. കാലാവസ്ഥയുടെ മാറ്റം ദൈവത്തിന് വിഷയമല്ല. लोग हमारे खिलाफ उठे वो परमेश्वर के लिए एक रुकावट नहीं है. ലോകം നമുക്ക് വിരോധമായി എഴുന്നേൽക്കുന്നത് ദൈവത്തിനൊരു തടസ്സമല്ല. परिस्थिति बदल गया वो परमेश्वर के लिए एक रुकावट नहीं है. ചുറ്റുപാടുകളുടെ സാഹചര്യങ്ങൾ മാറുന്നത് ദൈവത്തിനൊരു തടസ്സമല്ല. मेरा परमेश्वर परिस्थितियों को बदलते हुए मेरे ऊपर दिया हुआ वायदाओं को पूरा करता है. സകല സാഹചര്യങ്ങളെയും മാറ്റിക്കൊണ്ട് ദൈവിക വാഗ്ദത്തം നമുക്ക് വേണ്ടി നിറവേറ്റും. आकाश और पृथ्वी ढल जाएगा लेकिन उसने दिया हुआ वायदा कभी नहीं हटेगा, कभी नहीं हटेगा. यदि उसने वायदा दिया है तो वो जरूर उस वायदा को पूरा करने वाला है. ആകാശവും ഭൂമിയും മാറിയാലും ദൈവം ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും. इस वचनों के द्वारा परमेश्वर हम सबको अनुग्रह और आशीषों से भरने पाए. परमेश्वर की वायदा में पकड़े रहे. यदि परमेश्वर ने आपसे एक वायदा कहा है उस वायदा पर आप भरोसा करे, आशा रखे. वो वायदा को पूरा करने वाला परमेश्वर है. यदि चंगाई देगा करके कहा है वो चंगाई देने वाला है. छुटकारा देंगे करके कहा है वो छुटकारा देने वाला है. आपके जिंदगी के बारे में, आपके पीढ़ी के बारे में परमेश्वर ने एक वायदा दिया है, वो उस वायदा को पूरा करने वाला है. हालेलुया, इस वचनों के साथ परमेश्वर हम सबको अनुग्रह और आशीषों से भरने पाए. ऐसे अवसर और अनुमति दिए परमेश्वर की आदरणीय दासों को हृदय के गहराई से धन्यवाद देते हैं. परमेश्वर आप सबको अनुग्रह और आशीषों से भरने पाए. गॉड ब्लेस यू ऑल. आमेन.